ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു VEO എക്സാമിന് വേണ്ടിയിട്ടുള്ള അതുപോലെ VEO, അതുപോലെ LDC, അതുപോലെ പ്യൂൺ അറ്റൻഡ് എക്സാമിനൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകൾ ഓരോ ടോപ്പിക് അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. VEOയ്ക്ക് പ്രധാനമായിട്ടും പ്രയോജനപ്പെടുന്നതാണിത്. സോ അതിങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ തുടങ്ങുകയാണ്. ബയോളജി ഭാഗത്ത് വരുന്നതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ രോഗങ്ങൾ, രോഗകാരികളൊക്കെയാണ്. അപ്പോൾ ഈ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ പാർട്ടാണിത്. അതുപോലെ ഓരോ ബാക്ടീരിയ മൂലം, വൈറസ് മൂലം, പ്രോട്ടോസോവ മൂലം അങ്ങനെയുള്ള രോഗങ്ങളെ പറ്റി പറഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടും ചെയ്യുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകാരോഗ്യ സംഘടന WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നമുക്കറിയാം അത് എന്നാണ് സ്ഥാപിച്ചത്. 1948 ഏപ്രിൽ 7 സ്ഥാപിച്ചത്. 1948 ഏപ്രിൽ 7 എന്ത് സ്ഥാപിച്ചത്? ലോകാരോഗ്യ സംഘടന സ്ഥാപിച്ചത്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഇനി ലോകാരോഗ്യ ദിനമായിട്ട് കരുതുന്നത് ഏത് ദിവസമാണ്? ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞത് എന്നാണ്? ഏപ്രിൽ 7. ഓക്കെ. ഇനി ആൻറ്റിബയോട്ടിക് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഏതായിരുന്നു ആൻറ്റിബയോട്ടിക്? പെനിസിലിൻ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അതാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. പിന്നെ ആദ്യത്തെ വാക്സിൻ ഏതാണ്? ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് വസൂരി വാക്സിൻ ആണ്. അത് കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പോൾ ആദ്യത്തെ വാക്സിൻ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ജെന്നർ. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാലും എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണ പോളിയോ നിർമ്മാർജ്ജനം ഇന്ത്യയിൽ. അങ്ങനെ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്ലാൻ ആയിരുന്നു ഈ പോളിയോ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? സമ്പൂർണ്ണ പോളിയോ നിർമ്മാർജ്ജനം എന്ന ആ ഒരു മുന്നേറ്റം അത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1955 ഇന്ത്യ പോളിയോ വിമുക്തം എന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ പോളിയോ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27 മാർച്ച് 27. ഇനി പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24 ഒക്ടോബർ 24. നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ഡേ എന്ന് പറയുന്നതും, അതായത് ഐക്യരാഷ്ട്ര ദിനം എന്ന് പറയുന്നതും ഒക്ടോബർ 24. സോ പോളിയോ ദിനം ഏതാണ്? ഒക്ടോബർ 24. ഇനി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പാത്തോളജി എന്നാണ് പറയുന്നത്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പാത്തോളജി. അതുപോലെ രോഗകാരികളെ എന്തെന്ന് പറയുന്നു? പാത്തോജൻസ് എന്ന് പറയുന്നു. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പാത്തോളജി എന്നും രോഗകാരികളെ പാത്തോജൻസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, രോഗങ്ങൾ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. രോഗങ്ങളെ തന്നെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. അത് പകരുന്നവയെന്നും പകരാത്തവയെന്നുമാണ്. ഇനി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, വിര മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. അതൊക്കെയാണ് പകരുന്നവ. ഇനി പകരാത്തവ എന്ന് പറയുന്നത് ജീവിതചര്യ രോഗങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള ഡിസീസസ് ഉണ്ടല്ലോ, അതായത് പ്രമേഹം, അതൊക്കെ പറയുന്നത് ജീവിതചര്യ രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതചര്യ രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപര്യാപ്തത രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അപര്യാപ്തത രോഗങ്ങൾ, ഡെഫിഷ്യൻസി ഡിസീസ്, എന്തെങ്കിലും വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, എന്തെങ്കിലും മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ അപര്യാപ്തത രോഗങ്ങൾ. അടുത്തത് പാരമ്പര്യ രോഗങ്ങൾ, ജനറ്റിക് ഡിസീസസ്. പാരമ്പര്യ രോഗങ്ങൾക്ക് എക്സാമ്പിളാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ക്രിസ്തുമസ് രോഗം എന്നും ഹീമോഫീലിയയ്ക്ക് പേരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പാരമ്പര്യ രോഗങ്ങൾ. പിന്നെ തൊഴിൽജന്യ രോഗങ്ങൾ.
ഇപ്പോൾ ആസ്ബസ്റ്റോസ് ഷീറ്റുകളും അതുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആസ്ബസ്റ്റോസിസ് ഉണ്ടാവും. ഈ ക്വാറികളിലൊക്കെ പണിയെടുക്കുന്നവർക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും. അങ്ങനെ അവരുടെ തൊഴിൽ പരമായിട്ട് അവർ ശ്വസിക്കുന്ന പൊടി പടലങ്ങൾ, അവരുടെ ഡസ്റ്റ്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ. അപ്പം അതൊക്കെ പകരാത്ത രോഗങ്ങളാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയുന്ന ORS ലായനിയെ പറ്റി ഒരു കാര്യം പറഞ്ഞോട്ടെ. ORS ലായനി എന്തിനാണ് യൂസ് ചെയ്യുക? ഇപ്പോൾ കോളറ അല്ലെങ്കിൽ വയറുകടി, ഡിസെൻട്രിയാണ് വയറുകടി എന്ന് ഉദ്ദേശിച്ചത്. എന്താണ് ORS ലായനി യൂസ് ചെയ്യുന്ന? കോളറ അല്ലെങ്കിൽ വയറുകടിയൊക്കെ മൂലം നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ, ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ലായനിയാണ് ORS ലായനി എന്ന് പറയുന്നത്. ഇനി ORS ലായനിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? സോഡിയം ക്ലോറൈഡ്, NaCl എന്ന് വെച്ചാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ്. പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ്, KCl, K ഫോർ പൊട്ടാസ്യം ക്ലോറൈഡ്. പിന്നെ എന്തുണ്ട്? ഗ്ലൂക്കോസും. സോഡിയം ക്ലോറൈഡ് പ്ലസ് പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് ഗ്ലൂക്കോസ് ആണ് എന്ത്? ORS ലായനി. ഇനി പ്ലേഗ് നിർമ്മാർജ്ജന സ്മരണയോടനുബന്ധിച്ച് പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്ക്, പ്ലേഗ് ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ്, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച കെട്ടിടം ഏതാണ്? അങ്ങനൊരു ചോദ്യം ചോദിക്കാം. അതാണ് ചാർമിനാർ എന്ന കെട്ടിടം പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ്. ഓക്കെ. ഏറ്റവും സാവധാനം പകരുന്ന രോഗം ഏതാണ്? ഏറ്റവും സാവധാനം പകരുന്ന രോഗം, അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രോഗം, അത് രണ്ടും ദ ഓൾഡസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നതും, അതുപോലെ ഏറ്റവും സാവധാനം പകരുന്ന രോഗം ഏതാണ്? കുഷ്ഠമാണ്. കുഷ്ഠരോഗം വളരെ സാവധാനത്തിലേ പകരുകയുള്ളൂ. അതുപോലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമെന്നും അതിന് പേരുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ശിശു മരണത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? ഏറ്റവും കൂടുതൽ ശിശു മരണത്തിന് കാരണമാകുന്നത് ന്യൂമോണിയ. ഓക്കെ. ഇനി ഈ 5 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വാക്സിനാണ് DPT വാക്സിൻ എന്ന് പറഞ്ഞത്. DPT വാക്സിൻ എത്ര വയസ്സുള്ള കുട്ടികൾക്കാണ്? 5 വയസ്സുള്ള കുട്ടികൾക്കാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. അത് ഏതൊക്കെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ രോഗങ്ങൾക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. ഇനി വേറൊരു രോഗമാണ് ടൈഫസ് രോഗം. ടൈഫസ് രോഗത്തിന് കാരണക്കാരൻ ആരാണ്? അല്ലെങ്കിൽ ടൈഫസ് രോഗത്തിന് കാരണം ആരാണ്? പെയിനാണ് ടൈഫസ് രോഗത്തിന് കാരണം. ഇനി മലമ്പനിയെ പറ്റി വേറെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം രോഗങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ. എന്നാലും മലമ്പനിക്ക് വേണ്ടിയിട്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ ഏതായിരുന്നു? RTS ആണ് മലമ്പനി പ്രതിരോധ വാക്സിൻ എന്ന് പറയുന്നത്. ഇനി റോട്ട വാക്സിൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എവിടെയാണ്? റോട്ട വാക്സിൻ ആദ്യമായിട്ട് കൊടുത്തത് ഹിമാചൽ പ്രദേശിലാണ് ആദ്യമായിട്ട് റോട്ട വാക്സിൻ കൊടുത്തത്. ഇനി ഡെങ്കിപ്പനിയുടെ പ്രതിരോധ വാക്സിൻ്റെ പേരെന്താണ്? ഡെങ്കിപ്പനിയുടെ പ്രതിരോധ വാക്സിൻ്റെ പേരാണ് ഡെങ്ക് വാക്സിയ. എന്താണ്? ഡെങ്ക് വാക്സിയ. അടുത്തത് സിക്ക വൈറസ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? സിക്ക വൈറസ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗമാണ് ഗില്ലൻ ബാരി എന്ന രോഗം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് DPT എന്ന് പറയുന്നത് 5 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഡിഫ്തീരിയ, ടെറ്റനസ്, അതുപോലെ വില്ലൻ ചുമ എന്നിവയ്ക്കുള്ള പ്രതിരോധ വാക്സിനാണ് DPT എന്ന് പറയുന്നത്. ഇനി നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 1987 തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം തുടങ്ങി. 1987 തുടങ്ങി. ഇനി ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ജലദോഷം. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ഒരു ജലദോഷം വരാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അടുത്തത് ഇനി കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രധാനപ്പെട്ട മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഇന്ത്യയിലെ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുനൂറിലാണ്. ഇനി നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീറി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാഗ്പൂർ. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്.
ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഉള്ളത്. ഓക്കെ, പെൻസിലിൻ നിർമ്മാണം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംപ്രി എന്ന സ്ഥലത്താണ് പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് ഓർക്കണം, പെൻസിലിൻ നിർമ്മാണം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംപ്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. പിന്നെ നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നീറി എന്ന് പറയുന്നത് നാഗ്പൂരിലാണ്, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ഇനി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കുനൂറിലാണ്. നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂരിലാണ്, അത് ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് അടുത്ത ലെസണിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ നമുക്കത് അടുത്ത വൈറസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, വിര മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അന്ന് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത ലെസണും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. വിവോ എക്സാമിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് ബാക്കി ലെസൺസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു സിലബസിൽ തന്നെയുള്ള വേറെ എക്സാംസ്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റ് എക്സാം എന്നിവയുടെ പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൂടി നോക്കുകയാണെങ്കിൽ നേരത്തെ കവർ ചെയ്തിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ അങ്ങനെ കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.